വാട്സപ്പിനകത്ത് ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറണ്ട് ലൊക്കേഷനെ കുറിച്ചിട്ടല്ല പറയുന്നത്. സാധാരണ വാട്സപ്പിൽ നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ നമ്മൾ കറണ്ട് ലൊക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അയച്ചു കൊടുത്ത ആൾക്ക് ഗൂഗിൾ മാപ്പ് വഴി നോക്കിയിട്ട് നമ്മുടെ തൊട്ടടുത്തേക്ക് ഈ കറണ്ട് ലൊക്കേഷനിലൂടെ വരാൻ സാധിക്കും. എന്നാൽ ഞാൻ പറയുന്നത് ലൈവ് ലൊക്കേഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഈ ലൈവ് ലൊക്കേഷൻ കൊണ്ട് ഉണ്ടെങ്കിലും വലിയൊരു അപകടം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എന്താണ് ഈ ലൈവ് ലൊക്കേഷൻ, ഇതുകൊണ്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നും നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കും ആ അപകടം പറ്റാതിരിക്കട്ടെ. അപ്പോൾ എന്താണ് ആദ്യം ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞു തരാം, അതിനുശേഷം എന്താണ് അപകടം എന്ന് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത കടയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്ത ആൾക്ക് നമ്മളിപ്പോൾ വീട്ടിലില്ല, തൊട്ടടുത്ത കടയിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് അവർക്ക് നമ്മൾ എവിടെയാണുള്ളത് അവിടെ തേടി വരാൻ സാധിക്കും. കറണ്ട് ലൊക്കേഷൻ അങ്ങനെയല്ലല്ലോ. നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ അയച്ചു കൊടുത്തത് കറക്റ്റ് അവിടെ മാത്രമേ അയാൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്തെന്നാൽ, ടൂറൊക്കെ പോകുമ്പോൾ ഇപ്പോൾ രണ്ട് ടീം വേറെ വേറെ വാഹനങ്ങളിലാണെങ്കിൽ പിറകിൽ വരുന്ന വാഹനത്തിന് നമ്മളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് ലൊക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുകയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിലൂടെ സഞ്ചരിക്കുകയാണോ, നമ്മൾ എവിടെ എത്തി എന്നൊക്കെ പിറകിൽ വരുന്ന വാഹനത്തിലുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഈ ലൈവ് ലൊക്കേഷൻ ഉണ്ട്. പക്ഷെ ഈ ലൈവ് ലൊക്കേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, വാട്സപ്പിൽ ഞാൻ ഒരാളുടെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മറ്റൊരാൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ നമ്മൾ ഈ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യും, എന്നിട്ട് സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്തതിന് പകരം ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ 15 മിനിറ്റ്, 1 മണിക്കൂർ, 8 മണിക്കൂർ എന്ന 3 ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുണ്ടാവും. നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് എത്ര സമയം വരെ ലഭിക്കണം എന്ന ഓപ്ഷനാണ്. അപ്പം നിങ്ങൾക്ക് ഏത് സമയമാണ് വേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ 8 മണിക്കൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇത്ര സമയത്ത് എത്തുമെന്നോ, അല്ല ഇതാണ് എൻ്റെ ലൈവ് ലൊക്കേഷൻ എന്നോ, എന്താണ് നിങ്ങൾക്ക് മാറ്റർ എഴുതേണ്ടത് എഴുതിയതിന് ശേഷം, അല്ലെങ്കിൽ എഴുതാതെയും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ലൈവ് ലൊക്കേഷൻ അയാൾക്ക് സെൻഡ് ആയിട്ടുണ്ട്. ഇനി റിസീവ് ആകുന്നവർക്ക് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു തരാം. ഇനി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തവർക്ക് വ്യൂ ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയാണ് വാട്സപ്പിൽ കാണിക്കുക. അവരതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പിൻ്റെ DP സഹിതം അവർക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വളരെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ആ DPയിലേക്കൊന്ന് ടച്ച് ചെയ്താൽ നമ്മൾ എത്ര കിലോമീറ്റർ ദൂരത്താണെന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ പേരും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നിന്നിടത്ത് നിന്ന് നടന്നു പോവുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ പോവുകയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ആ പ്രൊഫൈൽ പിക്ചർ ചലിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് അവർ നിൽക്കുന്ന വഴിയിലൂടെ നമ്മുടെ അടുത്ത് പോകാൻ സാധിക്കുമെന്നൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബ്ലൂ ഡോട്ട് നിങ്ങൾക്ക് കാണാം. ആ ബ്ലൂ ഡോട്ടാണ് നമ്മളെ തേടി വരുന്നവർ. അതായത് നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുത്ത അയാളെ കാണിക്കുക ഇതുപോലെ ബ്ലൂ ഡോട്ടാണ്. ഇപ്പോൾ ആ ബ്ലൂ ഡോട്ട് നിങ്ങൾക്ക് എന്നോട് അടുത്ത് വരുന്നത് കാണാം. ഓക്കെ, അതുപോലെ തേടി വരാൻ സാധിക്കുന്നതാണ് നമ്മുടെ വഴിയിലേക്ക്. പിന്നെ കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തതുപോലെ നീല നിറത്തിൽ ഇടത്തോട്ട് പോകാനും വലത്തോട്ട് പോകാനൊന്നും വഴി കാണിക്കില്ല. കാരണം ഇത് ലൈവ് ട്രാക്കിംഗ് ആണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് മറ്റൊരാൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ബ്ലൂ ഡോട്ട് അടുത്തടുത്ത് വരികയാണ്. അതായത് അയാളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വഴി നോക്കി പോകാനേ സാധിക്കുകയുള്ളൂ. ഇനി അന്വേഷിച്ചു വരുന്നവരെ അയച്ചു കൊടുത്തവർക്ക് കാണണമെങ്കിൽ ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്, ടാപ്പ് ടു ഷെയർ യുവർ ലൈവ് ലൊക്കേഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തിരിച്ചും അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പരസ്പരം കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെയാണ് ലൈവ് ലൊക്കേഷനിലൂടെ നമ്മൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ അയച്ചു കൊടുത്തവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നാൽ, ഇപ്പോൾ നമ്മുടെ ഫോണ് മറ്റൊരാൾ എടുത്തിട്ട് ഇതുപോലെ 8 മണിക്കൂറത്തേക്കൊക്കെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോണും കൊണ്ട് എവിടെയൊക്കെ പോയാലും അയാൾക്ക് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പലരും ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഫോൺ എടുക്കും, എന്നിട്ട് ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ
ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ലൈവ് ലൊക്കേഷൻ ഇതുപോലെ സെൻഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉടനടി ഇവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് മറ്റൊരാൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതൊന്ന് ഡിലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മറ്റൊരാൾക്ക് പിന്നീട് നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു അപകടം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പ്രയോജനങ്ങൾ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.